ഏറെ ചർച്ചയായ വിഷയമായിരുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനിടെ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ അമേരിക്കൻ സന്ദർശനവും പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയും. പാകിസ്ഥാന്റെ മധ്യസ്ഥത, ഭീകരവിരുദ്ധ ബന്ധങ്ങൾ, ഇറാനെ പിന്തുണയ്ക്കൽ എന്നിവയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഈ അപൂർവ കൂടിക്കാഴ്ച തുടക്കമിട്ടു എന്നും പറയാം. ട്രംപിന്റെ അഭിപ്രായത്തിൽ മുനീറിനെ കാണാനുള്ള പ്രധാന കാരണം മെയ് മാസത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം ശമിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കിന് നന്ദി പറയുന്നതിനായിരുന്നു ഇങ്ങനൊരു കൂടിക്കാഴ്ച. ഇത് ഇന്ത്യയുമായി ഇപ്പോഴും തർക്കം നടക്കുന്ന ഒരു വിഷയമാണ്. ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ യുദ്ധം തടയുന്നതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വഹിച്ച പങ്കിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ ശുപാർശ ചെയ്തതായി വൈറ്റ് ഹൌസ് വക്താവ് അന്ന കെല്ലി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസ് മുനീറിന് ആതിഥേയത്വം വഹിച്ചതെന്നും കെല്ലി വ്യക്തമാക്കി. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധം അവസാനിച്ചുവെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ അത്ഭുതപ്പെടുത്തി. പക്ഷേ ട്രംപ് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കുന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? ശരിക്കുമുള്ള ചോദ്യം ഇതാണ്: ഡൊണാൾഡ് ട്രംപിന് യഥാർത്ഥത്തിൽ നൊബേൽ സമ്മാനത്തിൽ കണ്ണുണ്ടോ? ഇത് അദ്ദേഹത്തിന് ലഭിക്കുമോ എന്നുള്ളത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ നിലനിൽക്കുമോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം. ഇതുവരെയും വെടിനിർത്തൽ നിലനിൽക്കുന്നുമുണ്ട്. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലും ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ തടയാനുള്ള ശ്രമങ്ങളിലും ട്രംപിന്റെ പങ്കിനെ പ്രശംസിച്ചുകൊണ്ട് US പ്രതിനിധി ബഡ്ഡി കാർട്ടർ ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തു. പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സായുധ സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന രാഷ്ട്രം ഭൂമിയിലെ ഏറ്റവും മാരകമായ ആയുധം നേടുന്നത് തടഞ്ഞുവെന്ന് കാർട്ടർ നൊബേൽ കമ്മിറ്റിയോട് പറഞ്ഞു. പലരും അസാധ്യമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വേഗത്തിലുള്ള കരാർ രൂപപ്പെടുത്തുന്നതിൽ US പ്രസിഡന്റ് നിർണായക പങ്ക് വഹിച്ചുവെന്നും കാർട്ടർ അവകാശപ്പെട്ടു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അംഗീകരിക്കാൻ ശ്രമിക്കുന്ന ആദർശങ്ങളായാണ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ ഉദാഹരിക്കുന്നത്. സമാധാനം പിന്തുടരൽ, യുദ്ധം തടയൽ, അന്താരാഷ്ട്ര ഐക്യത്തിന്റെ പുരോഗതി എന്നും കാർട്ടർ പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ പ്രതികരണം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ഞാൻ എന്ത് ചെയ്താലും എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കില്ല, ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതി. എനിക്കത് 4 or 5 തവണ ലഭിക്കേണ്ടതായിരുന്നു. അവർ എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകില്ല, കാരണം അവർ അത് ലിബറലുകൾക്ക് മാത്രമേ നൽകുന്നുള്ളൂ, ട്രംപ് പിന്നീട് കൂട്ടിച്ചേർത്തു. ഈ വർഷം കുറഞ്ഞത് 3 തവണയെങ്കിലും ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞതിൽ ട്രംപിനെ പാകിസ്ഥാൻ കഴിഞ്ഞ മാസം നാമനിർദ്ദേശം ചെയ്തു. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ ട്രംപിന്റെ നിർണായക നയതന്ത്ര ഇടപെടലിനെ പ്രശംസിച്ചു. അതേസമയം റഷ്യ യുക്രൈൻ സമാധാനത്തിൽ പുരോഗതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി യുക്രൈൻ നിയമസഭാംഗം ട്രംപിന്റെ നാമനിർദ്ദേശം പിൻവലിച്ചു. അതായത് ഉന്നത യുക്രൈനിയൻ നിയമനിർമ്മാതാവും രാജ്യത്തിന്റെ പാർലമെന്ററി വിദേശകാര്യ സമിതിയുടെ തലവനുമായ ഒലക്സാണ്ടർ മെരഷ്കു ട്രംപിനുള്ള തന്റെ നാമനിർദ്ദേശം പിൻവലിച്ചതോടെ ട്രംപിന്റെ സമാധാന സമ്മാന അഭിലാഷങ്ങൾ ഉലഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ചോദ്യം ഇതാണ്: ശരിക്കും ട്രംപിന് നൊബേൽ സമ്മാനം ലഭിക്കുമോ? ശരിക്കും അത് തീരെ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. ഇതുവരെ 3 അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് മാത്രമേ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളൂ. 1906 തിയോഡോർ റൂസ്വെൽറ്റ്, 1919 വുഡ്രോ വിൽസൺ, 2009 ബാരക് ഒബാമ എന്നിവർക്ക്. നൊബേൽ സമ്മാനത്തിനും നൊബേൽ സമ്മാനത്തിന്റെ നാമനിർദ്ദേശത്തിനും ചില രസകരമായ വസ്തുതകളുണ്ട്. നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അർത്ഥമാകുന്നില്ല. പ്രായോഗികമായി ആർക്കും ആരെയും നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കും. എല്ലാ വർഷവും 100 കണക്കിന് ആളുകളെ നൊബേൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്യാറുമുണ്ട്. 2025 നൊബേൽ സമ്മാന പട്ടികയിൽ നിലവിൽ 300-ലധികം പേരുണ്ട്. ഇനി കമ്മിറ്റി ഈ ആളുകളുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയും ഒക്ടോബറിൽ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്യും. പക്ഷേ ഈ വസ്തുതകളൊന്നും ട്രംപിന്റെ കുടുംബത്തെയും സഖ്യകക്ഷികളെയും അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കണമെന്ന് പ്രചരണം നടത്തുന്നതിൽ നിന്ന് തടഞ്ഞിട്ടില്ല.